ആരാധിച്ചിടാം കുമ്പിട്ടാരാധിച്ചിടാം ആരാധിക്കുമ്പോൾ തവഗാനം പാടിടാം. കിട്ടുന്നുണ്ടോ? എൻ്റെ പേര് എം മത്തായി, സീതത്തോട്, പത്തനംതിട്ട ഡിസ്ട്രിക്റ്റാണ്. മലയിൽ മാത്യു മത്തായി എന്നാണ് മുഴുവൻ പേര്. പഠിച്ചത് കോഴഞ്ചേരി സെൻറ് തോമസ് ഹൈസ്കൂളിലും സീതത്തോട് ഹൈസ്കൂളിലുമായിട്ടാണ്. പഠിത്തമൊക്കെ കഴിഞ്ഞ് പട്ന, ബീഹാറിൽ ഏകദേശം 7 വർഷത്തോളം അവിടെ ജോലി ചെയ്തു. അതിനുശേഷം ട്രാൻസ്ഫറായി യൂണിയൻ കാർബൈഡിൻ്റെ ഭോപ്പാൽ പ്ലാന്റിൽ. അവിടെയും അതിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ ജോലി ചെയ്തെന്ന് പറയാം. ടിൽ ദ ഗ്യാസ് ട്രാജഡി ഇൻ 1984 ഡിസംബർ. അതിനുശേഷം മധ്യപ്രദേശ് ഗവൺമെൻറ് കോർപ്പറേഷനിൽ പിന്നെ 8 വർഷം ജോലി ചെയ്തു. അതിനുശേഷം ആ ജോലി കളഞ്ഞിട്ട് അമേരിക്കയിലോട്ട് കുടുംബമായിട്ട് ഇമിഗ്രേറ്റ് ചെയ്തു. അത് 93-ലാണ്. ഞങ്ങൾ ചിക്കാഗോയിലും ഇന്ത്യാന സൗത്ത് ബെൻഡുമായിട്ട് 33 വർഷമായിട്ട് താമസിക്കുന്നു. ഇപ്പോൾ ചിക്കാഗോയിലാണ്. 2 കുഞ്ഞുങ്ങളുണ്ട്. 2 പേരും വിവാഹമൊക്കെ കഴിച്ച് സെറ്റിൽഡാണ്. എനിക്ക് 5 ഗ്രാൻഡ് ഡോട്ടേഴ്സ് ഉണ്ട്, 5 മാലാഖമാർ. അങ്ങനെ അവരുമായിട്ടൊക്കെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്ത് കഴിയുന്നു. ഇപ്പോഴും ഞാൻ ജോലി റിട്ടയറാന്ന് പറയാൻ നിൽക്കുകയില്ല. ഫോർമലി റിട്ടയറായി റീസെൻ്റ്ലി. പക്ഷേ ഇപ്പോഴും ഡിസ്ട്രിക്ട് ഇവിടുത്തെ ഇവാഞ്ചലിക്കൽ ഫ്രീ ചർച്ച് ഓഫ് അമേരിക്ക EFCA, ഇവിടുത്തെ ഒരു മേജർ ഇവാഞ്ചലിക്കൽ ചർച്ചാണ്. അബൌട്ട് 2000 ചർച്ചസ് ഉണ്ട്. അതിൽ ഒരു ഡിസ്ട്രിക്റ്റിന് വേണ്ടിയാണ് ഞാൻ ജോലി ചെയ്യുന്നത്. അബൌട്ട് 200 ചർച്ചസ്. ഇവിടെ ഇപ്പോൾ ക്രിസ്ത്യനി വന്നിരിക്കുകയാണ്. എൻ്റെ മോൻ്റെ വൈഫിൻ്റെ വീട് ബന്ധുക്കാരുടെ വീട്ടിലാണ്. ഇവിടെ സെന്നിയും ഷൈനിയും കൂടെ വന്നു. അവർ വളരെ നാളുകൾക്ക് ശേഷം കാണുന്നു. ഞങ്ങൾ ഫ്രണ്ട്ഷിപ്പൊക്കെ ഒന്നുകൂടെ നേരിൽ പുതുക്കുന്നു. സാറ് സ്കൂൾ വിദ്യാഭ്യാസം കോളേജിൽ പറഞ്ഞു. അത് ഒന്നുകൂടെ ഡെവലപ്പ് ചെയ്ത് പറയാം. അന്നത്തെ കാലത്തെ വിദ്യാഭ്യാസ സമ്പ്രദായവും എന്തുകൊണ്ടാണ് സാർ പാറ്റ്നയ്ക്ക് പോയെന്നുള്ളത്? പാറ്റ്നയ്ക്ക് പോയത് അന്ന് ഇന്നത്തെ പോലെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒന്നുമില്ല, പ്രത്യേകിച്ചും കേരളത്തിൽ. ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞ്, അന്ന് 10ാം ക്ലാസ് എനിക്കൊന്ന് സ്കൂളിലെ വൺ ഓഫ് ദ ടോപ്പർ ആയിരുന്നു ഞാനന്ന്. പക്ഷെ ആരും ഒന്നൊരു കൺഗ്രാജുലേഷൻ പോലും ഒന്ന് പറഞ്ഞായിട്ട് ഞാൻ ഓർക്കുന്നില്ല പാസ്സായതിന്. ഏതാണ്ട് 150 പിള്ളേരും 30 പേരാണ് ആകെ പാസ്സായത്. ആരും നമുക്കൊന്നും തന്നില്ലെങ്കിൽ ഒരു ഗുഡ് വേർഡ് അന്നത്തെ കാലത്ത്, അന്നത്തെ സിറ്റുവേഷൻ, അത് ആരുടെയും കുഴപ്പമല്ല. ഒരു നല്ല വാക്ക് പറഞ്ഞു പോലും ആരും പ്രോത്സാഹിപ്പിക്കാനില്ല. ലീവ് അലോൺ അതർ മെറ്റീരിയൽ ഹെൽപ്പ്. അപ്പം അന്ന് പഠിക്കാൻ വെക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരേ ഒരു അഫോർഡ് ചെയ്യാവുന്ന ടൈപ്പ് റൈറ്റിംഗാണ്. ടൈപ്പ് റൈറ്റിംഗ് പഠിക്കാനും അവിടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇല്ല. 6 മൈൽ നടന്ന് 3-4 മാസം പോയി. ഇറ്റ് വാസ് ഇൻ 1967. 67-ലാ പാസ്സാണ്. ഇമ്മീഡിയറ്റ്ലി ടൈപ്പ് അന്ന് കോളേജിൽ പോയില്ല. പിന്നെ അന്ന് കോളേജ് അവിടെ ഇല്ല. അവിടെ നിന്നും പിന്നെ ഞങ്ങൾക്ക് ഫൈനാൻഷ്യലി മറ്റൊരു സ്ഥലത്ത് പോയിട്ട് നമ്മുടെ അങ്കിൾസും ആൻറ്റും ഒക്കെ ഹെൽപ്പ് ചെയ്യാൻ കഴിവുള്ളവരുണ്ട്. പക്ഷെ ആരും ചെയ്തില്ല. കോഴഞ്ചേരി കോളേജിനടുത്താണ് എൻ്റെ ഫാദറിൻ്റെ വീട്. എൻ്റെ ഫാദറിൻ്റെ വീട്. പക്ഷെ ഉപ്പാപ്പനാണ് അവിടെ താമസിക്കുന്നത്. ഉപ്പാപ്പനെ അപ്ലിഫ്റ്റ് ചെയ്ത് വിട്ടത് എൻ്റെ ഫാദറും മദറും കൂടാണ്. ഈസ് ഇലക്ട്രിസിറ്റി ബോർഡിൽ നല്ലൊരു ഉദ്യോഗസ്ഥനായിരുന്നു. മെനി പീപ്പിൾ അമ്മാച്ചനും ഒക്കെ ഹെൽപ്പ് ചെയ്യായിരുന്നു. പക്ഷെ ആരും ചെയ്തില്ല. ഞാൻ പിന്നെ 4 മാസം ടൈപ്പ് റൈറ്റിംഗ് പഠിക്കാൻ പോയപ്പോൾ എനിക്ക് മനസ്സിലായി ഇറ്റ്സ് നോട്ട് എ പ്രാക്ടിക്കൽ തിങ്. രാവിലെ പോയാൽ വൈകിട്ടേ വരുള്ളൂ. 1 മണിക്കൂർ ടൈപ്പ് ഇച്ചിരി നേരം ഷോർട്ട് ഹാൻഡും പിടിക്കും. ദെൻ ഐ ഹാഡ് എ റിലേറ്റീവ് കോൾഡ് മലയിൽ ചിറ്റിഫൺ. ദാറ്റ് ടൈം അപ്പച്ചൻ്റെ കസിനാണ്. അവിടെ ചെന്ന് പിന്നെ
ജോലി ചെയ്യുകയും പഠിക്കുകയും കൂടെ ചെയ്തു. കോളേജിൽ തന്നെ? അല്ല, റാന്നി. റാന്നി. ഒരു വർഷം പഠിച്ച് അവിടെ ശരിയാകുകയില്ല എന്ന് മനസ്സിലായി. പുള്ളി അത്ര നമ്മളെ ഹെൽപ്ഫുൾ ഒന്നുമല്ല. പിന്നെ പോയി അയിരൂര് അമ്മാച്ചൻ്റെ വീട്ടിൽ നിന്ന് ടൈപ്പ് റൈറ്റിംഗ്, ഷോർട്ട് ഹാൻഡ് ഒക്കെ കേരള ഗവൺമെന്റ് ടെക്നിക്കൽ എക്സാമിന് പാസ്സായി. ഹയറില്ല, ലോവർ. ഹയറിന് പഠിക്കാൻ താല്പര്യം ഉണ്ടാവും, പക്ഷെ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല, പിന്നെ നിർത്താൻ ആരുമില്ല. അന്നത്തെ സിറ്റുവേഷൻ നോക്കാം. ആ വീട്ടിൽ ഞാൻ നിൽക്കുമ്പോൾ തന്നെ ഒരു വീട്ടിലെ മുഴുവൻ റെസ്പോൺസിബിളായിട്ട് ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ. അന്നത്തെ വളരെ ബാഡ് സിറ്റുവേഷൻ. ആരും ഹെൽപ്പ് ചെയ്യാനൊക്കെയില്ല, ചെയ്യാനൊക്കുന്നവർ ചെയ്യുകയില്ല. അപ്പോൾ അങ്ങനെ കുറച്ചാൾ നിന്നപ്പോഴാണ് പിന്നീട് എൻ്റെ ഒരു അപ്പച്ചൻ്റെ കസിന് എഗെയിൻ അപ്പച്ചനൊക്കെ അവരെ ഹെൽപ്പ് ചെയ്ത് ഇവിടെ ബീഹാർ പട്നയിലുണ്ട്. പട്ന അല്ല, സോൺപൂർ. പട്നയുടെ ജസ്റ്റ് അക്രോസ് ദ ഗാഞ്ചസ് റിവർ. ഈസ് എ ഇവാഞ്ചലിസ്റ്റ്, മാർത്തോമാ സുബൈസ്. പുള്ളി വന്ന് എന്നെ കൊണ്ടുപോയി സിറ്റുവേഷൻ. അവിടെ അല്ല, ഞാൻ നാലാമത്തേത്. എൻ്റെ മൂത്ത 3 സിസ്റ്റേഴ്സ്, എൻ്റെ ഇളയ ഓറഞ്ച് വീട്. എന്റെ മൂത്ത സിസ്റ്ററിനെ കല്യാണം കഴിച്ചു വിട്ടു. അധികം പഠിക്കാനൊന്നും സാഹചര്യമില്ലായിരുന്നു. പിന്നെ അടുത്ത സിസ്റ്റർ നേഴ്സിംഗ് പഠിച്ച് പിന്നെ ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റിൽ, അല്ല, തിരുവല്ല സാഹിബിന്റെ ആശുപത്രിയിലുള്ള നേഴ്സിംഗ് പഠിച്ച്. പിന്നെ അവിടുന്ന് ബൊക്കാറോ സ്റ്റീൽ സിറ്റി ജോലി കിട്ടി. പിന്നെ ഫൈനലി ഷീ കെയിം ടു US. ഷീ ഈസ് ദ വൺ ഹു ബ്രോട്ട് us here. ഏറ്റവും മൂത്ത സിസ്റ്റർ വന്നില്ല. അധികം പഠിച്ചത് നാട്ടിൽ തന്നെയാണ്. അങ്ങനെ ഇവിടെ അമേരിക്കയെ കൊണ്ടുവന്ന സിസ്റ്റർ കോവിഡ് സമയത്ത് മരിച്ചുപോയി. ഒരു കോവിഡ് കൊണ്ടല്ല, വേറെ പ്രോബ്ലം. സിസ്റ്ററും അളിയനും പാസ്റ്റ്. ടൈപ്പ് റൈറ്റിംഗ്, ആക്ച്വലി ടൈപ്പ് റൈറ്റിംഗ് നമുക്ക് നിസ്സാരമായിട്ട് തോന്നിയാൽ ആ കാലത്തെ ഒരു ഏത് ജോലിയിലും കയറി കിട്ടാനുള്ള വലിയൊരു ഓപ്പർച്യൂണിറ്റി അത്. ഈവൻ അന്ന് ലോകത്തിലെ വലിയ കമ്പനിയായ മൾട്ടിനാഷണൽ കോർപ്പറേഷൻ യൂണിയൻ കാർബൈഡ് ഞാൻ കയറാൻ എന്നെ സഹായിച്ചത് ഈ ടൈപ്പ് റൈറ്റിംഗ് ആൻഡ് ഷോർട്ട് ഹാൻഡ് ആണ്. അത് അറിയാം, ഇപ്പോഴും അറിയാം. അപ്പം ഇഫ് യു ടോക്ക് ഐ ക്യാൻ റൈറ്റ് ഇല്ല. പക്ഷെങ്കില് അതിനെ ആൾക്കാരന്ന് നിസ്സാരമായിട്ട് കരുതി. നേഴ്സിങ്ങിനെ ഒരു കാലത്ത് കേരളം കരുതിയ പോലെ നിസ്സാരമായിട്ട് കരുതി. അതുപോലെ ടൈപ്പ് റൈറ്റിംഗ് നിസ്സാരമായിട്ട് ഇന്നും എന്നെ ആ ടൈപ്പ് റൈറ്റിംഗ് പഠിച്ച് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കീബോർഡ് അതില്ലാതെ ഒന്നും ചെയ്യാനൊക്കെ. Then I did some petty jobs for 6 months. ഒരു സർദാർജിയുടെ കൂടെ ജോലി ചെയ്തു. 125 രൂപ മന്ത്ലി. അല്ല, ബൈ ദ വേ, ഞാൻ ആദ്യം കയറി അപ്പന ബജാർ എന്ന് പറയുന്ന ഒരു മധ്യപ്രദേശ് അല്ല ബീഹാർ ഗവൺമെന്റിന്റെ ഒരു വലിയ സൂപ്പർ സ്റ്റോർ. അന്നെങ്ങ് സൂപ്പർ സ്റ്റോർ ഇല്ല കൺസെപ്റ്റ് ഇന്ത്യയിലെങ്ങും ഇല്ല, ബീഹാറിലും ഇല്ല. ഒരേ ഒരു സ്റ്റോറേ ഉള്ളൂ. അവിടെ എൻ്റെ ഒരു ഫ്രണ്ട് റെക്കമെൻഡ് ചെയ്ത് കയറ്റി. ഞാൻ വിചാരിച്ചു നമുക്ക് ഈ പെർമനന്റും ടെമ്പററിയും നമ്മളൊന്നും വ്യത്യാസം അറിയുന്നില്ല. 1 മാസം ജോലി ചെയ്ത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു അതൊരു ലീവ് വേക്കൻസിയിലാണ്. എനിക്കറിയത്തില്ലായിരുന്നു. ജോലി കഴിഞ്ഞെന്ന് പറഞ്ഞപ്പോഴത്തേന് ഐ വാസ് വെരി അപ്സെറ്റ്. അന്ന് എനിക്ക് 17 വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ. പിന്നെ ദെൻ ദൈവത്തോട് പറഞ്ഞു ഞാനിങ്ങനെ ഐ വാസ് വാക്ക് ത്രൂ ദ സ്ട്രീറ്റ്സ് ഓഫ് പട്ന. വാക്ക് ചെയ്ത് ഒരു അല്ലിയിൽ കൂടെ ഒരു കൊച്ചു സ്ട്രീറ്റിൽ കൂടെ പോയാണ് ഒരു ഗുരുമുഖ് സിംഗ് ആൻഡ് സൺസ് എന്ന് ചുമ്മാ ഒരു ബോർഡ് ചുമ്മാ ഒന്ന് ലോക്ക് ചെയ്തു. അവിടെ കയറിയപ്പോൾ സർദാർജി ഇരിക്കുന്നു. പുള്ളിയെ കണ്ടപ്പോഴേ എനിക്കൊരു ചെറിയ നല്ല നൈസ് ടോക്കിംഗ് ആയി. ഞാൻ പറഞ്ഞിങ്ങനെ ടൈപ്പ് റൈറ്റിംഗ് ഒക്കെ അറിയാം, എനിക്കൊരു ജോലി വേണം. അപ്പോൾ പുള്ളിക്ക് അവിടെ ഓഫീസാണ്, ചെറിയൊരു മുറിയേ ഉള്ളൂ, വഴിയറമ്പ് വീട് ഹൗസ് കം ഓഫീസ്. പക്ഷെ പുള്ളിക്ക് വലിയ പ്ലാന്റ് പാടലിപുത്ര ഇൻഡസ്ട്രിയൽ അതൊന്നും എനിക്കറിയത്തില്ല. അവിടെ കയറി കഴിഞ്ഞാറില്ല. പുള്ളി പറഞ്ഞു ഓക്കെ, ഇവിടെ ഇപ്പം അങ്ങനെ ആളിനെ ഒന്നും വേണ്ട. ഞാൻ പറഞ്ഞു എനിക്ക് ജോലിയില്ല, എൻ്റെ ജോലി ഇന്ന് പോയി, എനിക്ക് നാളെ മുതൽ ജോലിയില്ല. ഓക്കെ, നീ നാളെ മുതൽ വരാൻ പറഞ്ഞു. നോക്കണം. ആ ജോലി ഞാൻ 6 മാസം ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ജസ്റ്റ് ജീവിക്കാനുള്ള റെന്റും ഒക്കെ കൊടുക്കാനുള്ള കാശ്. താമസിക്കുന്ന വലിയ പോഷ് കെട്ടിടത്തിൽ വലിയ വേറെ ബാച്ചിലേഴ്സിൻ്റെ അവരെല്ലാം റിസർവ് ബാങ്ക് സ്റ്റേറ്റ് ബാങ്കിലൊക്കെ ജോലി ചെയ്യുന്നവരെ. ഞാൻ മാത്രമേ ഉള്ളൂ
എനിക്ക് കിട്ടുന്ന കഷ്ടിച്ച് റെന്റിനും Yeah. ആഹാരത്തിനും വലിയ ജോലിക്കാരെയൊക്കെ നിർത്തി ആഹാരമൊക്കെ ഉണ്ടാക്കുന്ന അങ്ങനെ വലിയ പോഷ് രീതിയിലായിരുന്നു. എനിക്ക് 5-10 രൂപ കുറവ് വരുമായിരുന്നു എവരി മന്ത്. സംഭവം But you are satisfied. ഐ വാസ് ഹാപ്പി. ഐ ലേൺ സോ മെനി തിങ്സ് ഫ്രം ദം. കാരണം 4-5 പേരുള്ളതുകൊണ്ട് നല്ല ടൈംസ് ഓഫ് ഇന്ത്യ പേപ്പറൊക്കെ വായിക്കാനുള്ള ഹാബിറ്റ് അന്ന് ഉണ്ടായത്. ഐ സ്റ്റാർട്ടഡ് ലേണിംഗ് ഫ്രം പീപ്പിൾ. പിന്നെ 6 മാസം കഴിഞ്ഞപ്പോൾ ബ്ലോപ്ലാസ് VIP ബാഗ് ഉണ്ടാക്കുന്ന കമ്പനിയുടെ അത് അന്നത്തെ വലിയ ടോപ്പ് ഇൻഡസ്ട്രി. അങ്ങനെ എൻ്റെ കൂടെ അതെല്ലാം പിന്നെ ഫ്രണ്ട്സാണ് പറഞ്ഞു കേൾക്കുന്നത്. അതിനകത്ത് കിട്ടി. അതിനകത്ത് 1-2 വർഷം ജോലി ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് ബാച്ചിലറാണ്. 20 വയസ്സായിട്ടില്ല. 22 വയസ്സുണ്ടോ? അപ്പോഴത്തേക്ക് വേറെ ഡിഗ്രി വല്ലതും എടുത്തോ? ഇല്ല, അന്ന് പഠിക്കാൻ തുടങ്ങിയില്ല. ഇല്ല. അപ്പൊ എൻ്റെ മാനേജർ ഭയങ്കര ഡൈനാമിക് മനുഷ്യനായിരുന്നു. പുള്ളി എന്തോടുത്തോ ഓൾ ഇന്ത്യ ലെവൽ ഈസ് ടു ടോപ്പ്. VIP ബാഗ് തന്നെയല്ല, ഇന്ത്യയിൽ ആദ്യമായിട്ട് PVC ഫുട്വെയർ ഉണ്ടാക്കുന്ന ഈ കമ്പനിയാണ് ബ്ലോപ്ലാസ്റ്റ്. അതിന്റെ സെയിൽ ഭയങ്കര ലക്ഷക്കണക്കിന് രൂപയുടെ സെയിലായിരുന്നു. അങ്ങനെ വന്ന് പുള്ളിയുടെ കൂടെ ഒരു സ്ത്രീ കൂടിയിട്ട് 1-2 പേരെ നല്ല ജോലിക്കാരെ ഫയർ ചെയ്തു. എന്നിട്ട് പുള്ളിയോട് പറഞ്ഞു, അരുൺ നമുക്ക് നമ്മുടെ സ്വന്തമായിട്ട് സെയിം പ്രൊഡക്റ്റ് കമ്പനിയുമായിട്ട് കോമ്പീറ്റ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ഉണ്ടാക്കി. അത് മണി എവിടുന്ന യൂസ് ടു സർക്കുലേറ്റ് കമ്പനി മണി. സ്റ്റീൽ ചെയ്യുന്നില്ല. 10 ലക്ഷം രൂപ അങ്ങോട്ട് എടുത്തിട്ട് റോ മെറ്റീരിയൽ മേടിച്ച് അത് ഫിനിഷ് ചെയ്ത് കഴിയുമ്പോൾ വിറ്റിട്ട് ഇങ്ങനെ എടുക്കും. എല്ലാം ജോലി എന്ന് പറഞ്ഞു വിട്ട ആൾക്കാര് എക്സാമ്പിൾ സഹിതം ബോംബെ ഹെഡ് ഓഫീസിന് എൻ്റെ കീ ഒക്കെ അന്ന് ഇരിക്കുന്നത്. ഞാൻ രാവിലെ 9:00 വന്നപ്പോൾ ഓഡിറ്റർ അവിടെ വാക്ക് കഴിക്കുന്നു. ഞാൻ പറഞ്ഞു, സോറി ഐ ആം ലേറ്റ്. ഓഡിറ്റ് ചെയ്തോണ്ട് ഒത്തിരി പൈസ ഇല്ല, ബാങ്കിലും ഇല്ല, ഓഫീസിലും ഇല്ല. ബിക്കോസ് മണി ഈസ് സർക്കുലേറ്റ്. അഡ്ജസ്റ്റ് ചെയ്തിങ്ങനെ. അപ്പം പുള്ളിയെ ഉടനെ അറസ്റ്റ് ചെയ്യുകയാണ്. അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈസ് ഫ്രം എ റിനൗണ്ട് അഡ്വക്കേറ്റ്സ് ഫ്രം അലഹബാദ്. വലിയ ഫാമിലി. പുള്ളിയുടെ ഫാദറും ബ്രദറും എല്ലാം വലിയ അഡ്വക്കേറ്റ്സാണ്. അവരെല്ലാം ഇങ്ങ് വന്നു. പുള്ളി പക്ഷെ ചെയ്യില്ല. സമ്മതം എന്നോട് പറഞ്ഞു, ദേ നീഡ് സം എവിഡൻസ് ദാറ്റ് ഈസ്. ഞാൻ പറഞ്ഞു, റിയലി ഐ ഡിഡ്ന്റ് നോ ഹി വാസ് സ്റ്റീലിംഗ് മണി ഓർ. എന്നോട് പറയുന്ന ജോലി ഞാൻ ചെയ്യുന്നല്ല. ബാങ്കിൽ പൈസ സൂട്ട് കേസ് നിറച്ച അന്ന് VIP സൂട്ട് കേസ് നിറച്ചു ഇല്ല. ഞാൻ കണ്ടിട്ടുണ്ട് 100 രൂപ നോട്ട് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ കിടക്കുക. അതുപോലെ ഞാൻ പക്ഷെ ടു ബി ഓണസ്റ്റ് 1 രൂപ പോലും ആ ജോലിയിലെന്നല്ല, ഒരു ജോലിയിലും എന്റെ കൈ കൊണ്ടെടുത്ത് എന്റെ വീട്ടിൽ കൊണ്ടുവന്ന് 100-ന്റെ കെട്ട് ഭോപ്പാലെന്ന് മെത്തക്കടി വെച്ചിട്ട് കസ്റ്റമേഴ്സ് പോയിട്ടുണ്ട്. ഞാൻ വിളിച്ചു പറഞ്ഞു, മേനാളി ഇങ്ങോട്ട് വന്നേക്ക് കേട്ടോ. അപ്പൊ അത് നോക്കണം, എന്നെ അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. ഇഫ് യു ഡോണ്ട് ഗീവ് എനി എവിഡൻസ്. ഞാൻ പറഞ്ഞു, സിംപ്ലി ഐ ഡോണ്ട് നോ. എന്നിട്ട് എന്നെ ഹോട്ടലിൽ വിളിച്ച് ക്വസ്റ്റ്യൻ ചെയ്തു. ഒരു രാത്രി ലേറ്റ് നൈറ്റ് വരെ. ഞാൻ ഐ ഡോണ്ട് നോ എനിത്തിങ്. ദിസ് ഇസ്. അവർക്ക് മനസ്സിലായി ഞാൻ ഇൻവോൾവ്. അവർ ഈ കംപ്ലൈന്റ് ചെയ്തവർ അവരും പറഞ്ഞു കാണും. അവനുമായിട്ട് എന്തെങ്കിലും കോൺട്രവേഴ്സി ഉണ്ടായിട്ടുണ്ടെങ്കിലും ആസ് ഫോർ എ ഒഫീഷ്യൽ തിങ് ഓണസ്റ്റ് ആ ഫ്രണ്ട്ഷിപ്പ് അവരും പറഞ്ഞു. എന്റെ എനിമീസ് പോലും പറഞ്ഞില്ല ഞാൻ ഇത് ചെയ്യുമെന്ന്. അവരും പറഞ്ഞു ഐ വോണ്ട് ഡു ദാറ്റ്. അവർക്ക് മനസ്സിലായി. എന്നോട് പറഞ്ഞു, ഓക്കെ ഗെറ്റ് ലോസ്റ്റ് ഫ്രം ഹിയർ, റിസൈൻ. ഗെറ്റ് ലോസ്റ്റ് എന്ന് പറഞ്ഞില്ല. ഇതിനിടയ്ക്ക് ഭാഗ്യത്തിന് എന്നോട് ചോദിച്ചു, ഞാൻ ആ ഇൻവോയ്സിലെല്ലാം എഴുതിയിരുന്ന പെയ്ഡ് എന്ന്. നീ ആ ഇൻവോയ്സ് എഴുതി വെരി സം മണി. ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഞാൻ വിഷമിച്ചിരുന്നുള്ള ഞങ്ങളുടെ അഡ്വക്കേറ്റ് ബ്രിട്ടീഷുകാരുടെ കാലത്തെ ഒരു വക്കീല, ഒരു 85 വയസ്സുള്ള പുള്ളി എൻ്റെ വിഷമം കണ്ടു വെച്ചു. പുള്ളിക്ക് അറിയാം ഫാക്ട് എന്താന്ന്. പുള്ളി പറഞ്ഞു, ഇങ്ങനെ യു റൈറ്റ്, ഐ ഡിഡ് എവറിങ് ഓൺ ദ ഓർഡർ ഫ്രം ബ്രാഞ്ച് മാനേജർ ഐ റോട്ട്. ഞാൻ അതുപോലെ എഴുതി ടൈപ്പ് ചെയ്തൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞ് എന്നെ ഓഡിറ്റർ അല്ല വലിയ ആൾക്കാരാണ് ബോംബെ എന്ന് വന്നിരുന്നത്, ടോപ്പ് ആൾക്കാർ. ഞങ്ങൾ അരുണിനോട് സിന്നയോട് ചോദിക്കും. സിന്ന ബ്രാഞ്ച് മാനേജർ റീസെന്റ് അയാൾ പറഞ്ഞാൽ ഓക്കെ, അല്ലെങ്കിൽ യു വിൽ ഓൾസോ ഫേസ് ദ സെയിം ഫേറ്റ്. ഞാൻ പറഞ്ഞു ഓക്കെ ആസ്ക് ഹിം. എനിക്ക് കോൺഫിഡൻസ് ഇല്ലായിരുന്നു പുള്ളി ജയിലിൽ കിടക്കുന്ന ആരെയാണ് എന്താണെങ്കിലും. പക്ഷെ ഹി വാസ് ആൻ ഓണസ്റ്റ് മാൻ. He don't want to steal money, but he did this on the protection of on the influence of other lady.
പുള്ളിയോട് ചോദിച്ചു. പുള്ളി പറഞ്ഞു യെസ്, ഞാൻ പറഞ്ഞിട്ടായിരുന്നു പറഞ്ഞു. അതോടുകൂടി ഞാൻ ക്ലിയറായി. എന്നോട് പറഞ്ഞു പിന്നെ പറഞ്ഞേ നീ റിസൈൻ ചെയ്യുന്ന എനിക്ക് ഇവിടെ അല്ലെ, എനിക്ക് കൽക്കട്ടയ്ക്ക് ട്രാൻസ്ഫർ ചെയ്യാനാണ് തന്നെ വിത്ത് പ്രൊമോഷൻ എന്നെല്ലാം പറഞ്ഞു വെച്ച് ഞാൻ പറഞ്ഞു ഓക്കെ. എൻ്റെ സാലറിയും തന്നില്ല, ബോണസും തന്നില്ല ഒരു വർഷത്തെ. ഞാൻ നെക്സ്റ്റ് ഡേ മുതലായി എനിക്ക് ഒരു ഇൻകം ഇല്ല. എൻ്റെ ആകെ പോകുകയുള്ള ഒരു സൂട്ട് കേസാണ് കമ്പനിയുടെ. അത് 250 രൂപയ്ക്ക് ഒരു മാസം കഴിഞ്ഞാൽ ഞാൻ അത് വിറ്റു. കാരണം എനിക്ക് റെന്റ് കൊടുക്കാനും അങ്ങനെ ഒരു ഇത് ചെയ്തേ വെക്കുള്ളൂ. അതിനോടകം എനിക്ക് പണ്ടൊരു ജോബ് ഓഫർ കിട്ടിയിരുന്നു. പാടലിപുത്രയിലൊരു സ്റ്റീൽ മോഡി സ്റ്റീൽ എന്ന് പറയും, നല്ലൊരു ഫാക്ടറി, ഒത്തിരി ദൂരെയാണ്. പുള്ളി ഞാൻ മോദി സാഹിബിനെ വിളിച്ചു. മോദി സാഹിബ് പറഞ്ഞു പോരും. കാരണം അന്ന് ഞാൻ സാലറി ഒത്തിരി കൂടുതൽ ചോദിച്ചു, അതുകൊണ്ടായിരിക്കും ഈ ലൈക്ക്. അങ്ങനെ സൈക്കിള് ചവിട്ടി 8-10 മൈൽ പോകണം പാടലിപുത്ര, പട്നയിൽ നിന്ന് പാടലിപുത്ര പോയി. അങ്ങനെ കുറച്ച് 3-4 മാസം ജോലി ചെയ്ത് കഴിഞ്ഞാൽ പുള്ളിക്ക് തന്നെ ഈ മറ്റഡോർ എന്ന് പറയുന്ന ഒരു വാൻ ഉണ്ടായിരുന്നു, ബജാജ് പോലെ. അന്നത്തെ ഒരു മിനി ബസ് ഒക്കെയാണ്, മിനി ബസ് പിക്കപ്പ് വാൻ എന്ന്. അതിന്റെ ഒരു ഡീലർഷിപ്പും ഓണർഷിപ്പും പുള്ളിക്ക് മെയിൻ സിറ്റിയിലുണ്ട്. എന്നോട് ചോദിച്ചാൽ അവിടെ പോകാമെന്ന്. പറയും പാവം. അപ്പൊ അതിന്റെ നേരെ മുന്നല്ല ഞങ്ങളുടെ സ്വാമിയുടെ മെസ്സ് മനുഷ്യരെല്ലാം കഴിക്കുന്നത്. ഇവൻ 4 മണിക്ക് ചായയും പരിപ്പുവടയും ഉഴുന്നുവടയൊക്കെ ഉണ്ടാക്കുന്ന മണം വരെ ഇവിടെ വരും. പോയി അങ്ങനെ ഞാൻ പറയാം, ഒന്ന് നമ്മൾ സഫർ ചെയ്താൽ അതിന്റെ 100 ഇരട്ടിയായിട്ട് ചെയ്യും. കാരണം പാടലിപുത്ര എന്നപ്പോ ഒരു ചായ പോലും നല്ല കുടിക്കാന് ഇതിനിടയ്ക്ക് എനിക്ക് ഇതിനിടയ്ക്ക് ഡിസെൻട്രി ഒക്കെ ഉണ്ടായി. അതും ഇതൊന്നും അങ്ങനെ കഴിക്കാനൊക്കെ. ബീഹാറികളുടെ ഫുഡ് എന്ന് പറഞ്ഞാൽ മുഴുവൻ എണ്ണയാണ്. അപ്പം ഓൾമോസ്റ്റ് സ്റ്റാർവിങ്. സമോസ ഇപ്പോഴും ഞാൻ സമോസ തന്നെ. ചുരുക്കം പറഞ്ഞാല് എനിക്ക് അവിടെ കിട്ടി. അവിടെ ഇരുന്നോണ്ടാണ് എനിക്ക് ഫുൾ ഫ്രീഡം. രാവിലെ മാനേജർ അങ്ങ് പോകും. ചിലപ്പോൾ ചില ദിവസങ്ങൾ കാണുകയില്ല. ഞാൻ തന്നെ പോയി എവിടെയെങ്കിലും 1-2 ഓർഡർ പിടിക്കും, ഞാൻ തന്നെ ചെയ്യും. അങ്ങനെ യൂണിയൻ കാർബൈഡിലോ ഇങ്ങനെ ഓപ്പണിംഗ് ഉണ്ടെന്ന് ഒരാൾ പറഞ്ഞു. അത് വഴി വെച്ചാ പറഞ്ഞു അന്നേരം തന്നെ. അത് അവരുടെ എവറഡി ചെന്നു. അവിടെ ടെമ്പററി ആയിരുന്നു. പക്ഷെ ഇവർക്ക് വേറെ ഓഫീസ് ഉണ്ടായിരുന്നു, കെമിക്കൽസ് ആൻഡ് പ്ലാസ്റ്റിക് ആൻഡ് അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സ്, പുതിയ ഓഫീസ്. അവർക്ക് ആവശ്യമുണ്ടായിരുന്നു. ഈ ഇവിടുത്തെ അഡ്മിനിസ്ട്രേറ്ററോട്, അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റർ ഇവരെല്ലാം ബംഗാളികൾ, അങ്ങോട്ടൊന്ന് വിടാമെന്ന് ചോദിച്ചു. വിട്ടു. അപ്പൊ ഞാൻ 2-3 ദിവസം ജോലി കൊണ്ട് അവർക്ക് എന്നെ ഹയർ ചെയ്യണം, ഇഷ്ടമായി. അപ്പൊ എനിക്കിതൊന്നും അറിയത്തില്ല. എന്നോട് പറഞ്ഞ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യും. ഞാൻ ഓർത്ത് ഞാൻ ഓൾറെഡി ചെയ്തു അതുപോലെ തന്നെ. അല്ലെ എനിക്ക് വലിയ സാലറി ചോദിക്കാനില്ല. ഞാൻ ഇവിടുത്തെ എന്തായാലും കൊള്ളാം. ഒരാഴ്ച ജോലി ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഞാൻ പോകാന്ന്. പിന്നെ ബ്രാഞ്ച് മാനേജർ എന്ന് പറഞ്ഞാൽ വലിയ നമ്മുടെ ഒരു ഡൽഹി ലെഫ്റ്റനന്റ് ഉണ്ടായിരുന്നല്ലോ, ജായുടെ മോനാ. വലിയ നമ്മളോട് ടോക്ക് പോലും ചെയ്തു. അഡ്മിനിസ്ട്രേറ്റർ പറഞ്ഞു മത്തായി ഈസ് ലീവിങ്. വായ്. ഞാൻ പറഞ്ഞു പെർമനന്റ് ജോബ്. ഐ ഓൾറെഡി ഹാവ് എ പെർമനന്റ് ജോബ്. ഒരാഴ്ച കൂടുതൽ നമ്മൾ അവരെ അതിനിടയ്ക്ക് 1-2 ഓർഡറൊക്കെ ഞാൻ ഒപ്പിച്ചു വണ്ടിയുടെ. അങ്ങനെ ഞാൻ പോകാന്ന് പറഞ്ഞ പുള്ളിക്ക് പിറ്റേ ദിവസം ഡൽഹിയിലെ ജനറൽ ഓഫീസിലൊരു മാർക്കറ്റിംഗ് മാനേജേഴ്സിന്റെ ഒരു മീറ്റിംഗ് ഉണ്ട്, അതിന് പോകണം. പോയിട്ട് പേഴ്സണൽ മാനേജർ നേരിട്ട് കണ്ടു പറഞ്ഞു അതിന് പോയി. പുള്ളി പറഞ്ഞാൽ കൊടുത്തേ വെക്കുള്ളൂ. ഭയങ്കര ഹെഡ്വൈറ്റുള്ള മനുഷ്യൻ, പുരി എന്ന് പറയുന്ന പുള്ളി. പെർമനന്റ് അപ്പോയിന്റ്മെന്റ് ലെറ്ററും കൊണ്ടാണ് മേടിച്ചു. ആർക്കും വിശ്വസിക്കാൻ ഒക്കുകയില്ല. കാർബൈഡിൽ 4-5 വർഷം ഈ ടെമ്പററി ഞാൻ കയറിയ പോലെ ആൾക്കാർ ജോലി വിട്ടിട്ട് പോവുകയല്ല. ആർക്കും പെർമനന്റ് ജോലി. പോയി 2 ദിവസം കൊണ്ട് എന്നെ വിളിപ്പിച്ചു രജിസ്റ്റർ. അങ്ങനെ പെർമനന്റ് ജോബ് കിട്ടി. അങ്ങനെയാണ് ഞാൻ. അത് വേറെ ഒരു ട്രാജഡി. 6 മാസം കഴിഞ്ഞ് കൺഫർമേഷൻ വരുമല്ലോ. 5-ാമത്തെ മാസം ബ്രാഞ്ച് പൂട്ടുകയാണ്, റീജിയണൽ ഓഫീസ് പൂട്ടുകയാണ്. എല്ലാവരെയും പിയൂണന്മാര് വരെയുള്ളവരെല്ലാം പെർമനന്റ് ആൾക്കാരാണ്. അവർ എല്ലാവർക്കും കൽക്കട്ടയിൽ നിന്ന് പാക്കേജിങ് കമ്പനി വന്നു, ഗ്ലോബൽ പാക്കേജിങ്. കച്ചി സഹിതം വന്ന ഓരോരുത്തരുടെയും വീട്ടിലെ സാധനങ്ങൾക്കും എല്ലാം കമ്പനി ചെലവ്. പിന്നെ ഞാൻ മാത്രമുണ്ട്, എന്നെ മാത്രം പറഞ്ഞു വിടുക. അപ്പം ഡൽഹിയിൽ നിന്ന് ജനറൽ മാനേജർ, അത് ബംഗാളിയാണ്, എന്നെ വിളിച്ചു പറഞ്ഞു സോറി ദ ഷിപ്പ് ഈസ് ഗോയിങ് ടു സിങ്ക്.
ഞാനൊന്ന് ചോദിച്ചു then I asked, but just by throwing one person into the deep sea, is the ship is going to be saved? അതിൽ അയാൾ വീണു. ഒരാളെ ഒരു ഷിപ്പ് കളഞ്ഞു. I will swim or sink with you. I'm ready to sink with you. അയാൾ പിറ്റേ ദിവസം ഡൽഹി ചെന്ന് ടെലക്സ് മത്തായി ട്രാൻസ്ഫർ ടു ഭോപ്പാൽ. അതും അവിടുത്തെ പ്രീമിയം ഡിപ്പാർട്ട്മെന്റ്, പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ്, മെറ്റീരിയൽസ് ആൻഡ് പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ്, പിന്നെ വിവരങ്ങളൊക്കെ സന്നിക്കറിയാം. So it was one of the best jobs I could have got, not only in Bhopal, anywhere in India that time. യൂണിഗാർമെന്റ് എത്ര വർഷം സാർ ചെയ്തു? ഞാൻ 9 years. അങ്ങനെയാണ് MICP കൊണ്ടാകുന്നത്. അതെ അതെ. അതിനെപ്പറ്റി ഒരു 2 മിനിറ്റ് പറഞ്ഞാൽ എന്തായിരിക്കും? Carbide was one of the most respected companies, not only in India, in the whole world. അതുപോലെ എത്തിക്സും എംപ്ലോയി ഓറിയന്റഡ് കമ്പനി അന്ന് വളരെ ചുരുക്കമാണ്, വേറെ ഉണ്ടെന്ന് പറയാൻ തന്നെ പ്രയാസമാണ്. അതുപോലെ ഒരു കമ്പനി ഒത്തിരി ഫ്രീഡം കൊടുത്തു എംപ്ലോയീസിന്, എസ്പെഷ്യലി ഓപ്പറേറ്റേഴ്സ് മീൻസ് വർക്കേഴ്സ്. അവരും BSc വിത്ത് 2 years ട്രെയിനിങ് ആയിട്ട്. അന്ന് പിന്നെ BSc MSc കാരെ വെറും വർക്കറായിട്ട് പോലും അവിടെ എടുക്കുന്നത്. അതില് പക്ഷെ ആരോ വൺ ഓഫ് ദ ഡിസ്ക്രെഡിറ്റഡ് വർക്കേഴ്സ് ഡിഡ് ദിസ്. ആദ്യം കമ്പനി പറഞ്ഞ് ഞങ്ങളുടെ എംപ്ലോയീസിനെ ഒന്നല്ല, പക്ഷെ ലേറ്റർ ഓൺ it was proved that it was a sabotage by one of the employees, 1 or 2 people. അത് ശരിയാണെന്ന് ഞാനും വിശ്വസിക്കുന്നു. കാരണം കമ്പനി ഞാൻ 10 വർഷം ജോലി ചെയ്ത ആളാണ്. കമ്പനി ഒരു പ്രോഫിറ്റ് മേക്കിംഗ്, അങ്ങനെ പ്രോഫിറ്റ് മോട്ടീവ് കമ്പനിയല്ല, ഒരു എംപ്ലോയി ഓറിയന്റഡ് കമ്പനിയായിരുന്നു. പിന്നീട് ഉള്ള കാര്യം ബാക്കിയെല്ലാം എത്ര ആൾക്കാർ മരിച്ചു എന്നുള്ളത് ഞങ്ങള്. സാറ് സത്യം പറഞ്ഞ സാറും ആ നെറ്റിൽ ഒരു 50-50 അല്ലായിരുന്നോ നമ്മളെല്ലാവരും? ഐ മീൻ നമ്മൾ സർവൈവൽ റേറ്റ് കുറവാന്നുള്ള ഒരു തോന്നൽ വന്നില്ലായിരുന്നോ? അഫക്റ്റഡ് നമ്മൾ അറിഞ്ഞപ്പോഴത്തേക്ക് തന്നെ നമ്മളും അഫക്റ്റഡ് ആയിരുന്നു. പക്ഷെ എനിക്കന്ന് ഓടാൻ പറ്റിയില്ല, കാരണം വൈഫ് പ്രഗ്നന്റ് ആയിരുന്നു. So we remained inside the house, spreading water all over. That was one of the best thing we could have done. അതുകൊണ്ട് അധികം എക്സ്പോസ് ആയില്ല. താങ്ക് യു സാർ. ഇനിയും ബാക്കി അടുത്തൊരു ശനി ഓഫ് ചെയ്തു. അന്നത്തെ ലൈഫ് വളരെ നല്ലതായിരുന്നു. അന്ന് കോൺഫിഡൻസ് ലെവൽ വാസ് വെരി ഹൈ. നമുക്ക് അന്നത്തെ ഒരു ഡെയർ ഡെവിൾ ലൈഫായിരുന്നു. എങ്കിലും മറ്റ് പിന്നെ ഞാൻ ഫുൾ ടൈം ജോലി, പഠിത്തം, ഇങ്ങനെ ലിമിറ്റഡ്. നമുക്ക് ലൈഫ് ഭോപ്പാലാണെന്നുള്ളൊരു തോന്നൽ തന്നെയല്ലേ നമ്മൾ ജീവിച്ചത്? നമ്മുടെ ഫ്യൂച്ചർ ഭോപ്പാലിൽ തന്നെ ആണ് എന്നല്ലേ? എന്നുള്ള രീതിയിലാണ് നമ്മൾ ഒരിക്കലും വിചാരിച്ചില്ല ഒരു മൈഗ്രേഷൻ വരും, അല്ലെ ഇങ്ങനെ ലൈഫ് ഉണ്ട് എന്നുള്ളത്. ഞാൻ ഭോപ്പാലിൽ സെറ്റിൽ ഡൗൺ ആകണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷെങ്കിൽ അവിടെ ഈ ബാബ്രി മസ്ജിദിന്റെ സമയത്തുണ്ടായ ദംഗ കാരണം എനിക്ക് മനസ്സിലായി നോബഡി ഈസ് സേഫ് ദെയർ. ഞാൻ എൻ്റെ ഫാമിലിയെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ ഹോൾ നൈറ്റ് ടെറസിന്റെ മണ്ടിൽ പിന്നെ ഇരുന്നിട്ടുണ്ട്. അങ്ങനെ 2 ആഴ്ച ഇരുന്നു. അന്ന് എനിക്ക് മനസ്സിലായി വി ആർ നോട്ട് സേഫ്. അതുകൊണ്ട് ഇപ്പൊ അമേരിക്ക വന്ന് ഇവിടെ അങ്ങനെ നോക്കുമ്പോൾ വി ആർ സേഫ്. Everybody has got a cell phone. You can call 911. Police help is here in 5 minutes. I think this is the safest place. അങ്ങനെ നോക്കിയാണ്. അത് പിന്നെ വേറെ ആരും നമ്മളെ അറ്റാക്ക്, മസിൽ പവർ ഇവിടെ ഇല്ല ആർക്കും. തിരക്കേറിയ സമയത്തിന് 2 മിനിറ്റ് തന്നതിന് താങ്ക് യു സോ മച്ച്. താങ്ക് യു സെന്നി.